പ്രിയമുള്ളവരെ, വചനജ്വാല 1274 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 47 സങ്കീർത്തനങ്ങൾ 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജനതകളുടെ മേൽ വാഴുന്ന ദൈവം. ഗായക സംഘ നേതാവിനെ കോറഹിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു. ജനതകളുടെ നമ്മളുടെ കാൽക്കീഴിലാക്കി. അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്ത് തന്നു. താൻ സ്നേഹിക്കുന്ന യാക്കോബിന്റെ അഭിമാനം തന്നെ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിനെ സ്തുതികൾ ഉയർത്തുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അബ്രഹാത്തിന്റെ ദൈവത്തിന്റെ ജനത്തെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ചു കൂടുന്നു. ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ്. അവിടുന്ന് മഹോന്നതനാണ്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി വട്ടാലാൽ ഏലീശ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി മേരിക്കുഞ്ഞ് 1954 ജനുവരി 29 ജനിച്ചു. മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും മകളെ വളർത്തി. അനുദിനം കുടുംബ പ്രാർത്ഥനകളിലും ദിവ്യബലിയിലും മേരിക്കുഞ്ഞ് ഉത്സാഹപൂർവം പങ്കെടുക്കുമായിരുന്നു. ഇടവകയിലെ മരിയൻ സൊറാലിറ്റിയിൽ അവൾ സജീവ പ്രവർത്തകയായിരുന്നു. മേരിക്കുഞ്ഞ് തൻ്റെ 18ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നു. 1974 മെയ് 1 റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിൽ അവധിക്ക് വന്ന മിഷണറിമാർ തങ്ങളുടെ സാഹസികത നിറഞ്ഞ പ്രേക്ഷിത ദൗത്യങ്ങളെ കുറിച്ച് വിവരിച്ചത് സിസ്റ്റർ റാണി മരിയായുടെ മനസ്സിൽ ആവേശം നിറച്ചു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഉത്തർപ്രദേശിലെ ബിജനോർ പ്രേക്ഷിത രംഗത്തേക്കുള്ള തന്റെ നിയോഗം സന്തോഷത്തോടെ അവൾ ഏറ്റെടുത്തു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു. എല്ലായിടത്തും തൻ്റെ തനതായ സൃഷ്ടിപരതയിലൂടെ അവൾ കർത്താവിന് സാക്ഷ്യം വഹിച്ചു. സിസ്റ്റർ റാണി മരിയ 8 വർഷത്തോളം ബിജനോർ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അവൾ അഹോരാത്രം അധ്വാനിച്ചു. സിസ്റ്റർ റാണി മരിയ തുടർന്ന്
9 വർഷത്തോളം മധ്യപ്രദേശിലെ സാറ്റ്ന രൂപതയിൽ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനവിഭാഗമായ ആദിവാസികളുടെ ശാക്തീകരണത്തിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദരിദ്രരെ ഭൂ ഉടമകളുടെ ക്രൂരമായ ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സിസ്റ്റർ റാണി മരിയ സ്വാശ്രയ സംഘങ്ങൾക്ക് രൂപം കൊടുത്തു. അവരുടെ സാക്ഷ്യത്തിലൂടെ നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. റാണി മരിയയെ ആളുകൾ സ്നേഹപൂർവം ഇൻഡോർ റാണി എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു. അന്യായമായി ജയിൽ അടയ്ക്കപ്പെട്ടവരുടെ വിമോചനത്തിനും പുനരധിവാസത്തിനുമായി റാണി മരിയ പദ്ധതികൾ നടപ്പിലാക്കി. റാണി മരിയയുടെ ക്രൈസ്തവ വിശ്വാസത്തിലും ഉപവിയിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഭൂ ഉടമകളിൽ എതിർപ്പും വിദ്വേഷവും ഉളവാക്കി. എന്നാൽ അവരുടെ ഭീഷണികളെ അവൾ ഗൗനിച്ചില്ല. ക്രിസ്തു തന്നെ ഭരമേൽപ്പിച്ച ദരിദ്രരെ പുനരുദ്ധരിക്കുന്ന ദൗത്യം അവൾ തുടർന്നു. സ്ഥാപിത താൽപര്യക്കാരായ ഭൂ ഉടമകളും എതിരാളികളും ചേർന്ന് അവളെ വധിക്കുന്നതിന് തീരുമാനിച്ചു. 1995 ഫെബ്രുവരി 25 ഇൻഡോറിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ സഹയാത്രികരുടെ മുമ്പിൽ വെച്ച് അവളുടെ ശത്രുക്കളായ ഭൂ ഉടമകളാൽ പ്രേരിതനായി സാമന്തർ സിംഗ് എന്ന ഒരു കുറ്റവാളി സിസ്റ്റർ റാണി മരിയയെ മൃഗീയമായി കൊലപ്പെടുത്തി. തൻ്റെ ദൈവവിളിയുടെ തീഷ്ണതയാൽ നന്മ നിറഞ്ഞ ഒരു ഹൃദയം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൾ ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. ക്രൈസ്തവ ഉപവി ജീവിച്ച് യാഗമായി തീർന്ന ഈ സന്യാസ സഹോദരിയുടെ കബറിടത്തിലുള്ള പ്രാർത്ഥനയും മധ്യസ്ഥവും അനേകർക്ക് അത്ഭുതങ്ങളുടെ അനുഭവമായി മാറി. യഥാർത്ഥ അത്ഭുതം നടന്നത് സ്വാമി സദാനന്ദയുടെ ആത്മീയ ഉപദേശങ്ങളുടെ ഫലമായി റാണി മരിയയുടെ ഘാതകനായ സാമന്തർ സിംഗ് മാനസാന്തരപ്പെട്ടപ്പോഴാണ്. റാണി മരിയയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സാമന്തർ സിംഗിനോട് ക്ഷമിക്കുകയും അയാളെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സ്വീകരിക്കുകയും ചെയ്തു. കാരുണ്യവർഷത്തിന്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുകയും അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. 2017 നവംബർ 4 ഇൻഡോറിൽ വെച്ച് വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ ആഞ്ചലോ അമാത്തെ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ക്ഷമിക്കുക എന്നത് ദൈവീകമാണ്. എന്നാൽ ചെറിയ കാര്യങ്ങളിലൂടെ ക്ഷമയുടെ പുണ്യം അഭ്യസിക്കാവുന്നതുമാണ്. ക്ഷമയുടെ ഇന്നത്തെ എളിയ പരിശീലനം ഭാവിയിൽ നിർണായക നിമിഷങ്ങളെ സ്വർഗീയമാക്കുവാൻ നമ്മെ സഹായിക്കും. പ്രിയരെ, ഇന്നു തന്നെ വിശുദ്ധ ടറാസിയൂസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ ടറാസിയൂസിൻ്റെയും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.